ഹലോ, നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ 5 ദിവസം നിങ്ങളിത് തുടർച്ചയായി മുഖത്ത് തേക്കുകയാണെങ്കിൽ മുഖത്തെ കറുത്ത പാടും കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു ഡെയിലി ഫേസ് പാക്കാണിത്. നിങ്ങളിത് 7 ദിവസം തേച്ചിട്ടില്ലെങ്കിൽ ഒരു 5 ദിവസം വരെ തേച്ചാലും മതി. ഈ 5 ദിവസം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നമുക്ക് ഫുൾ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വറുക്കാത്ത പച്ചരിപ്പൊടി, ഒരിക്കലും പുട്ടിൻ്റെ പൊടി പോലത്തെ തരിതരിപ്പുള്ള പൊടിയായിരിക്കരുത്, നല്ല പൗഡേർഡ് ആയിട്ടുള്ള പൊടിയായിരിക്കണം. പിന്നെ വേണ്ടത് മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. പാക്കറ്റിൽ കിട്ടുന്ന പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാണ്ടിരിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിലിട്ടാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. എന്തിൻ്റെങ്കിലും ഫേസ് പാക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിടുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈരാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറികളിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും, അല്ലെങ്കിൽ മാക്സിമം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം തേനാണ്. തേനും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. തേൻ ആഡ് ചെയ്താൽ നമ്മുടെ മുഖത്ത് അത് നല്ല ഒരു രീതിക്ക് തന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുക എന്നാണെങ്കിൽ ദിവസവും ഇത് ഉണ്ടാക്കിയിടേണ്ട മടിയൊന്നും ആവശ്യമില്ല. ദിവസവും നിങ്ങൾക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 5 ദിവസത്തേക്കുള്ളത് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കഴുകിക്കളയുക. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക കേട്ടോ. 25 മിനിറ്റിന് ശേഷം നിങ്ങളിത് കഴുകിക്കളയുക. ദിവസവും ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിക്കളയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു മസാജ്, ഒരു നല്ലൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് മുഖത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഒറ്റ യൂസ് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അത് 24 ഹവേഴ്സ് മാത്രമേ ഉണ്ടാവൂ. ഇത് പെർമനൻ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 5 പ്രാവശ്യം നിങ്ങളിത് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നാണെങ്കിൽ ഒരു മടിയും കൂടാണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വെയിലത്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് ടൈമിൽ ദിവസവും ചെയ്യുക എന്ന് പറഞ്ഞത്. ഈവനിങ് ടൈമിൽ നിങ്ങൾ പുറത്തൊന്നും പോകേണ്ട അവസരം ഇല്ലാത്ത സമയത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.